നമ്മുടെ വടക്ക് കിഴക്കൻ ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ ഭാഗത്തെ ഒരു സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. നമ്മുടെ കേരളത്തിൽ നിങ്ങൾ അരുണാചൽ പ്രദേശിലേക്ക് ആദ്യമായി പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നമുക്ക് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. അതായത് ആ ഒരു സ്റ്റേറ്റിലേക്ക് കയറണമെങ്കിൽ പെർമിറ്റൊക്കെ അത്യാവശ്യമാണ്. നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ കർണാടകയിലേക്കോ വേറെ ഏത് സംസ്ഥാനങ്ങളായിക്കോട്ടെ നമുക്ക് പോകുമ്പം അങ്ങനെയുള്ള നിയമങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ അരുണാചൽ പ്രദേശിലേക്ക് പോകുന്നവർക്ക് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞ സംസ്ഥാനത്തേക്ക് നമുക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഒരു പെർമിറ്റ് അത്യാവശ്യമാണ്. അതിനെ പറയുന്ന പേര് ILP എന്നാണ്, അതായത് ഇന്നർ ലൈൻ പെർമിറ്റ്. അതെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു നിശ്ചിത സമയത്തേക്ക് ഒരു നിശ്ചിത ഒരു സ്ഥലം ഉണ്ടാവും, ഒരു പരിധി ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ അനുവദിക്കുന്ന സർക്കാരിൻ്റെ ഒരു ഔദ്യോഗിക രേഖയാണ് ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് പറയുന്നത്. നമുക്കത് ഓൺലൈൻ വഴിയോ ഓഫ്ലൈൻ വഴിയോ എങ്ങനെ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. പക്ഷേ അതൊക്കെ പറയുന്നതിന് മുന്നേ നമുക്ക് ആ ഒരു ഇന്നർ ലൈൻ പെർമിറ്റിൻ്റെ ഒരു ചരിത്രം കൂടി അറിയണമല്ലോ. ഈ ഇന്നർ ലൈൻ പെർമിറ്റിന് ബ്രിട്ടീഷുകാരായിട്ടൊരു ബന്ധമുണ്ട്. അതായത് 1824 മുതൽ 1826 കാലഘട്ടത്തിൽ ആംഗ്ലോ ബർമീസ് എന്ന യുദ്ധത്തിൽ അസം കീഴടക്കിയതോടുകൂടിയാണ് ഈ പറഞ്ഞ ബ്രിട്ടീഷുകാർ നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് വന്നത്. അപ്പോൾ അവിടെ തന്നെ ഒരുപാട് ഭരണ നയങ്ങൾ ഇവർ നടപ്പാക്കിയിട്ടുണ്ട്. 1873 ഇവർ അവിടെ ഒരു നയം നടപ്പിലാക്കി. അതായത് ബംഗാൾ ഈസ്റ്റേൺ ഫ്രോണ്ടിയർ റെഗുലേഷൻ എന്നാണ് അതിൻ്റെ പേര്. അതുതന്നെയാണ് എന്താ പറയുക ഈ പറഞ്ഞ ഇന്നർ ലൈൻ റെഗുലേഷൻ എന്ന പേരിലും അറിയപ്പെടുന്നത്. അപ്പം ഇതെന്നത് ഉദ്ദേശിക്കുന്നത് ഈ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരുപാട് ഗോത്ര വിഭാഗങ്ങളുണ്ട്. അവരുടെ എന്താ പറയുക സംസ്കാരങ്ങൾ സംരക്ഷിക്കുക, അവർക്കായിട്ട് കൂടുതൽ സ്വയംഭരണാവകാശം നൽകുക, ഇതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ ഒരു റെഗുലേഷൻ നിലവിൽ വന്നത്. അപ്പം ഇത് ഈ അരുണാചൽ പ്രദേശിന് മാത്രമല്ല ബാധകം. അതായത് ഈ നാഗാലാൻഡിലെ കുറച്ച് സ്ഥലങ്ങൾക്ക് പോകാനായാലും മിസോറാം തുടങ്ങിയ സ്ഥലങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ ഇന്നർ ലൈൻ പെർമിറ്റ് അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ റെഗുലേഷൻ ഒരുപാട് എന്താ പറയുക സെക്ഷനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്കൊന്നും വരുന്നില്ല. അപ്പം ഇന്നർ ലൈൻ പെർമിറ്റിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഇതാണ്. എങ്ങനെ ILP എടുക്കുക എന്നതിലേക്ക് വരാം. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈൻ വഴി എടുക്കുക അല്ലെങ്കിൽ ഓഫ്ലൈൻ വഴി, രണ്ട് വഴികൾ നമുക്ക് ILP എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഞങ്ങൾ എടുത്തത് എന്താ പറയുക ഓൺലൈൻ വഴി എടുത്തത്. ഓൺലൈൻ വഴി എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിൻ്റെ ഒരു പ്രിൻറ്റ് കയ്യിൽ കരുതിയിട്ടുണ്ട്. കാരണം ചെക്കിങ് ചെയ്യുന്ന സമയത്ത് അത് കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ ഫോൺ കാണിച്ചാലും മതി. പിന്നെ അതുപോലെ തന്നെ ഇപ്പം അരുണാചൽ പ്രദേശിലേക്ക് നമ്മൾ കൂടുതലായിട്ട് കുറേ ആൾക്കാർ വരുന്നത് നമ്മുടെ തവാങ് ഭാഗത്തേക്ക്, അതായത് റൈഡിങ്ങിൽ വരുന്ന സമയത്ത് നിങ്ങൾ ആസാമിലെത്തി കഴിഞ്ഞാൽ അവിടെ എവിടെന്നെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ എന്ത് വഴി എടുക്കുക. പക്ഷേ ഇവരെന്ന് വെച്ചാൽ ഒരുപാട് റൈഡ് ചെയ്യുന്ന ആൾക്കാർ തവാങ്ങിലേക്ക് പോകുമ്പോൾ, അതായത് നമ്മൾ ആസാമിൽ നിന്ന് നേരെ അരുണാചൽ പ്രദേശിലേക്ക് എൻ്റർ ചെയ്യുമല്ലോ, അപ്പോൾ അവിടുന്ന് ആ ഒരു ബോർഡറിൻ്റെ ഭാഗത്തു നിന്നാണ് കൂടുതൽ പേര് എടുക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് എടുക്കുമെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ചിലപ്പോൾ സമയം വേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക കയ്യിൽ നമ്മളെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതൊക്കെ വേണ്ടി വരും. കാരണം ഈ പറഞ്ഞ ഒട്ടിച്ചൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഓഫ്ലൈൻ ഞങ്ങൾ എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഭാഗം ചിന്തിക്കേണ്ട കാര്യം വരുന്നില്ല. നേരെ ഓൺലൈൻ സിമ്പിൾ ആയതുകൊണ്ട് അതിലേക്കാണ് പോയത്. അപ്പോൾ ഇത് എടുക്കേണ്ട കാര്യം പറയാം. നിങ്ങൾ യാത്ര ചെയ്യുന്നതിൻ്റെ തലേ ദിവസമായാലും മതി. ഞങ്ങൾ യാത്ര ചെയ്യുന്നതിൻ്റെ തലേ ദിവസമാണ് എടുത്തത്. സാധാരണ നമ്മൾ പിന്നെ ഓൺലൈൻ വഴി നമ്മളെ ഈ അരുണാചൽ പ്രദേശിൻ്റെ ILP എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ടാവുമല്ലോ, അതിൽ കയറിയിട്ട് തന്നെ അതിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അതിൽ തന്നെ കയറിയിട്ട് നമ്മളെ ഡാറ്റാസൊക്കെ അതിൽ കൊടുക്കുക. അതിപ്പോൾ നമ്മുടെ ഡാറ്റാസ് ഞാനിത് എടുത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, കാരണം ഒരുപാട് വേണ്ടപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. നമ്മുടെ ഇപ്പോൾ ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ പേരാണ് കൊടുക്കുന്നെങ്കിൽ അത് എൻ്റെ പേര് കൊടുക്കാം. പിന്നെ അതിന് ശേഷം എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം, മെയിൽ, ഏജ്, പിന്നെ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കാം. OTP വരും. അപ്പം അതിലേക്ക് അതൊന്ന് വെരിഫൈ ഒക്കെ ചെയ്യാം. പിന്നെ ശേഷം എന്ന് വെച്ചാൽ നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് അത് ചോദിക്കും, വോട്ടർ ID കൊടുക്കാം, നിങ്ങൾക്ക് ആധാർ കാർഡ്, എന്തായാലും പാസ്പോർട്ട് എന്തായാലും കൊടുക്കാം. അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അത് ഫോട്ടോ എടുത്തിട്ട് അത് വന്ന് അതിൽ നിന്ന് കൊടുക്കാം. അതിന് പുറമെ തന്നെ നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ചോദിക്കും. അപ്പോൾ ഞങ്ങൾക്കും കൊടുക്കുമ്പോൾ എന്താ പറയുക ഒരു സംശയം ഉണ്ടായി. അതായത് പാസ്പോർട്ട് സൈസ് ഞങ്ങളുടെ കയ്യിൽ ഫോട്ടോ ഇല്ലാത്തതായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആസാമിലെത്തിയ ശേഷം അത് സ്റ്റുഡിയോ ഒന്ന് എടുക്കണമെന്ന്. അതിനൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ ഫോൺ ഉണ്ടാവുമല്ലോ, ആ ഫോണിൽ നിന്ന് സാധാരണ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തിട്ട് അത് ഇതിൽ അപ്ലൈ ചെയ്താൽ മതി. വേറെ എല്ലാം സിമ്പിളാണ്. അപ്പോൾ അതൊക്കെ കൊടുക്കുക. അപ്പം ഞാനായിരുന്നു ഒന്നാമത്തെ ആൾ. എൻ്റെ താഴത്തെ എൻ്റെ ഒരു എന്താ പറയുക റിലേഷനായിട്ട് എൻ്റെ പ്രൈമറി മെമ്പറായിട്ട് വേറൊരാൾക്ക് കൊടുക്കാം. അതാണ് മനു. എൻ്റെ ബ്രദർ എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറി വെച്ചിട്ടാണ് മനുവിൻ്റെത് എടുത്തത്. അങ്ങനെ രണ്ടുപേരതും ഇതിൽ തന്നെ കിട്ടി. അപ്പം ഇത് ഞങ്ങൾ ഓൺലൈൻ വഴി എടുത്ത സമയത്ത് അതിൻ്റെ ഒരു ചാർജ് പറയണത്. അപ്പം മിനിമം 3 ദിവസത്തേക്കാണ് ഇതിൻ്റെ ഓൺലൈൻ വഴി കൊടുക്കുന്നത്. അതായത് 300 രൂപയാണ് ഒരാൾക്ക് വരുന്ന ചാർജ്. 2 പേർക്കും കൂടിയിട്ട് 600 ആയി. അപ്പം ഒരു ദിവസത്തേക്ക് ചാർജായിട്ടല്ല അവർ പറയുന്നത്, 3 ദിവസത്തെ ചാർജായിട്ട് 300 രൂപയാണ് വാങ്ങുന്നത്. അപ്പം 3 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ എന്താ പറയുക 1 അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ പ്ലാനിലാണ് ഞങ്ങൾ നിന്നത്. അപ്പോൾ എൻട്രി ചെയ്യുന്ന ഡേറ്റ് എഴുതുക. അതുപോലെ തന്നെ അവിടെ നമ്മൾ ഇപ്പം എക്സിറ്റ് അടിക്കുമല്ലോ, നമ്മൾ ചെക്കൗട്ട് എന്നല്ല പറഞ്ഞ പോലെ എക്സിറ്റ് ഡേറ്റ് മസ്റ്റായിട്ട് കൊടുക്കുക. അപ്പം 3 ദിവസത്തിനുള്ള മാക്സിമം ആ ഒരു ഡേ ഇല്ല 300 രൂപ ആണ് നമുക്ക് ചാർജ് വരിക. അപ്പം അതടച്ച് നമുക്ക് അതിൽ തന്നെ ഓൺലൈൻ വഴി തന്നെ നമുക്ക് സാധാരണ പേയ്മെൻറ്റ് കൊടുക്കുന്ന പോലെ തന്നെ പേയ്മെൻറ്റ് കൊടുക്കുക. സംഭവം എല്ലാം ഓക്കെ ആയി ശേഷം നമുക്ക് പ്രിൻ്റ് എടുക്കുക. പ്രിൻ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി മാത്രം എടുത്താണ്. ഇത് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ചെക്കിംഗ് ഉണ്ട്.
പക്ഷേ നമ്മുടെ ഓഫ്ലൈൻ്റെ കാര്യം ഞങ്ങൾക്ക് എടുക്കാത്തതുകൊണ്ട് കൂടുതൽ അറിയില്ല. പക്ഷേ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ കൂടുതൽ സമയം വേണമെന്നാണ് പലരും പറയുന്നത്. കാരണം ഈ പറഞ്ഞ ബോർഡർ വന്ന സമയത്തും ചെക്കിങ്ങും കാര്യങ്ങളും അവിടുന്ന് ഫോട്ടോ ഒട്ടിക്കലും അതൊക്കെ കൊണ്ട് ഓൺലൈനിൽ എടുത്തു പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നമ്മൾ അരുണാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട എന്താ പറയുക റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നഗർ ലഗൂണാണ്. അതായത് ഇറ്റാനഗർ ക്യാപിറ്റലിനോട് ചേർന്ന് കിടക്കുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാലും അതായത് നമ്മൾ ഓൺലൈനോ ഓഫ്ലൈനോ ഒന്നും തന്നെ എടുക്കാതെ ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാലും അവിടെയും നമുക്ക് ഇന്നർ ലൈൻ പെർമിറ്റ് എടുക്കേണ്ട ഒരു സൗകര്യമൊക്കെ ഉണ്ട്. അതായത് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അവരെ നല്ല രീതിയിൽ ചെക്ക് ചെയ്യാതെ ഒന്നും നമ്മൾ അവിടുന്ന് വിടുന്ന രക്ഷമില്ല. കറക്റ്റ് ഈ പറഞ്ഞ ഡേറ്റും എല്ലാം മസ്റ്റായിട്ട് നോക്കും. എല്ലാം നോക്കിയ ശേഷം അവിടുന്ന് നമ്മൾ വിടുകയുള്ളൂ. അതുപോലെ തന്നെ നഗർ ലഗൂൺ റെയിൽവേ സ്റ്റേഷൻ്റെ ആ സ്റ്റെപ്പ് ഇറങ്ങുന്നൊരു ഭാഗമുണ്ട്. അവിടെ വന്നിട്ട് നമുക്ക് ഓഫ്ലൈൻ വഴി ഈ പറഞ്ഞ ILP എടുക്കേണ്ട ഒരു സൗകര്യം അവിടെ ഉണ്ട്. അവിടെ എന്ന് വെച്ചാൽ ഒരു ദിവസമായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഓൺലൈൻ പോലെയല്ല അവിടുത്തെ സംഭവം. ഒരു ദിവസമായിട്ട് എടുക്കുക. ഏകദേശം 110 രൂപയാണ് ഒരു ദിവസത്തേക്കുള്ള ഒരു ചാർജൊക്കെ അവിടെ വരുന്നത്. അതെടുക്കാൻ അവിടുന്ന് അവർ വിടുത്തില്ല. അപ്പോൾ ഇന്നർ ലൈൻ മസ്റ്റായിട്ട് നമുക്ക് ഈ 2 വഴി ആണ് എടുക്കുന്നത്. സിമ്പിളാണ്. കാരണം ആദ്യമായിട്ട് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് നല്ല ഡൗട്ട് ഉണ്ടായതാണ്. പിന്നീട് ഇത് എടുത്ത ശേഷമാണ് പിന്നെ ഈസിയാന്ന് അറിഞ്ഞത്. അപ്പം പുതിയതായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി എന്തായാലും ഒരു ഹെൽപ്ഫുൾ ആവുമല്ലോ. പിന്നെ ഈ അരുണാചൽ പ്രദേശിൻ്റെ ILPൻ്റെ ആ ഒരു വെബ്സൈറ്റ് കയറുമ്പോൾ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷനായിട്ട് എല്ലാ കാര്യങ്ങളും തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പം ഓൺലൈൻ വഴി നമുക്ക് എടുക്കുന്ന സമയത്ത് തന്നെ ഇപ്പം ഞാൻ എടുക്കുമ്പം എൻ്റെത് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് മനുവിൻ്റെ വേറെ അങ്ങനെയൊന്നും വേണ്ട. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു. നമുക്ക് അതിൽ തന്നെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് ബ്രദറായിട്ടാണ് വെച്ചത്. അങ്ങനെ തന്നെ എടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് എങ്ങനെ വന്നിട്ട് ഒരൊറ്റ ആ ഒരു ഇതിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ മെമ്പേഴ്സിൻ്റെയും ILP എടുക്കാവുന്നതാണ്. അപ്പം സിമ്പിളായിട്ട് തന്നെ എടുക്കുക. അപ്പം അരുണാചൽ പ്രദേശിലൊക്കെ വരുമ്പോൾ എന്തായാലും ILP മസ്റ്റാണ്. അത് സർക്കാർ പുറപ്പെടുവിക്കുന്ന ഒരു ഔദ്യോഗിക രേഖ തന്നെയാണ്. നമ്മളിപ്പോൾ വിദേശ രാജ്യത്തൊക്കെ പോകുന്ന സമയത്ത് വിസ എടുക്കുമല്ലോ, അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിൽ അതില്ലാതെ നമുക്ക് എവിടെയും യാത്ര ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൂടാതെ തന്നെ നമുക്ക് അരുണാചൽ പ്രദേശിനെ കൂടാതെ നോർത്ത് ഈസ്റ്റിൽ പറഞ്ഞ പോലെ ട്രൈബ്സിൻ്റെ ആ ഒരു എന്തൊക്കെയോ കൊണ്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം മിസോറാമിലുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ നാഗാലാൻഡിൽ ദീമാപൂരിലൊന്നുമില്ല. നാഗാലാൻഡിൻ്റെ മേലെ കൊഹിമ ഭാഗത്തൊക്കെ പോകുമ്പോൾ നമുക്ക് പെർമിറ്റ് ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നോർത്ത് ഈസ്റ്റ് ഭാഗത്തൊക്കെ വരുന്നവർ ഇത് കാര്യം ശ്രദ്ധിച്ചിരിക്കാം. ഇതറിയാത്തതായിട്ട് കുറവായിരിക്കും. എല്ലാവർക്കും ഇപ്പോൾ അറിയാം പെർമിറ്റ് മസ്റ്റ് ILP വേണ്ട കാര്യം എല്ലാവർക്കും അറിയാം. അപ്പം നിങ്ങൾ ഓൺലൈൻ വഴി എടുത്തിട്ട് തന്നെ അരുണാചൽ പ്രദേശിലേക്ക് വരിക. നിങ്ങൾക്ക് എത്ര ദിവസമാണോ എടുക്കേണ്ടത് അത് നോക്കാട്ടെ. ഡേയ്സ് കൊടുക്കാം മസ്റ്റ്. നിങ്ങൾക്ക് ഒരാഴ്ചക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ചാർജും കൂടും. അങ്ങനെ നോക്കാം. അരുണാചൽ പ്രദേശിലെ വ്യത്യസ്തമായ സ്ഥലങ്ങൾ കാണാം. അപ്പം നല്ലൊരു സ്ഥലം തന്നെയാണ് അരുണാചൽ പ്രദേശ്. തവാങ്, അതൊക്കെ ഇറ്റാനഗർ, ഒരുപാട് സീറോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എല്ലാം എന്താ പറയുക അതിമനോഹരമായ നമ്മുടെ രാജ്യത്ത് തന്നെ എന്താ പറയുക സൂര്യൻ ആദ്യമായിട്ട് ഉദിക്കുന്ന ഒരു സ്ഥലമാണ് അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞത്. അത്രമാത്രം മനോഹരമായ സ്ഥലമാണ്. അപ്പോൾ എന്താ പറയുക ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു ഇൻഫർമേഷൻ വീഡിയോ മാത്രമാണ്, ട്രാവൽ വീഡിയോ അല്ല. ട്രാവൽ വീഡിയോ ഇനി അടുത്ത ദിവസം എന്തായാലും വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നതായിരിക്കും. ബൈ.